നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഒന്നാമത്തെ ഒരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക്. ആ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ. അതിൽ നമുക്ക് ആദ്യത്തെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ആ ടെക്നിക്സ് എന്നുള്ളത്. അതിൽ ആദ്യത്തെ ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, LPP എന്ന് ചുരുക്കി വിളിക്കാം. ഓക്കെ, ലീനിയർ L, പ്രോഗ്രാമിംഗ് P, പ്രോബ്ലം P അല്ലേ. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് വരക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. എന്തിനാണ് ആ ഗ്രാഫ് വരക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു ബേസിക് ഐഡിയക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യണം അല്ലേ, ഇത് പരിഹരിക്കണം, ഈ പ്രശ്നം പരിഹരിക്കണം. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ആക്ച്വലി എന്ത്, ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം LPP എന്താണെന്ന് പരിചയപ്പെടാം. LPPക്ക് 3 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നുള്ളത് ഒരു ഇക്വേഷൻ പോലത്തെ ഒരു കാര്യമാണ്. നിങ്ങൾ കണ്ടത് മനസ്സിലാവും, ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു സൊല്യൂഷൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചു, നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ആ സൊല്യൂഷൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലായി കാണണമെന്നില്ല. പക്ഷേ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഒരു ലോജിക്കും ആ ഒരു കോമൺ സെൻസും ഉണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വലിയ വലിയ ഇക്വേഷൻസോ വലിയ കാൽക്കുലേഷൻസോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, വളരെ എന്താ പറയുക, ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ളതുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാനുള്ളത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിന് 3 ഭാഗങ്ങളാണുള്ളത്. 1 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, 2 കൺസ്ട്രെയിൻസ് ഉണ്ട്, 3 നോൺ നെഗറ്റീവ് നമ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു LPP എഴുതുന്ന സമയത്ത് ഈ 3 ഭാഗങ്ങളും ഉണ്ടായിരിക്കണം. ഈ 3 ഭാഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് ലഭിക്കുള്ളൂ. അതുമാത്രമല്ല, ഇങ്ങനെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രോബ്ലത്തെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഈ വീഡിയോയുടെ അല്ലെങ്കിൽ നമ്മളെ ഈ ലീനിയർ പ്രോഗ്രാമിന് 2 ഭാഗമുള്ളത്. ഒന്ന് ലീനിയർ പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്ന് പഠിക്കണം. രണ്ടാമത് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതും പഠിക്കണം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് ആദ്യത്തെ ഭാഗം? എങ്ങനെയാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യനിൽ നിന്നും എഴുതി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ ആ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയല്ലേ. എ ഫാക്ടറി പ്രൊഡ്യൂസിങ് 2 കമ്പോണൻസ് നെയിംഡ് A and B. അതായത് ഒരു ഫാക്ടറിയിൽ 2 കമ്പോണൻസ് നിർമ്മിക്കുകയാണ്. ഏതൊക്കെയാണ് പേര് കമ്പോണൻസിൻ്റെ? A എന്നും പിന്നെ B എന്നും. കമ്പോണൻറ്റ് A എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ വാഹനത്തിൻ്റെ ബെയറിങ്സ് ആക്കി മാറ്റാം. ഓക്കെ, ഇങ്ങനെ പറയാം, എ ഫാക്ടറി പ്രൊഡ്യൂസിങ് 2 കമ്പോണൻസ്. A എന്നുള്ളത് ബെയറിംഗ് കൊടുക്കാം, B എന്നുള്ളത് ഒരു വാഷറിനോ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽ ഏതെങ്കിലും കമ്പോണൻറ്റ് കൊടുക്കാം. ഏത് കമ്പോണൻറ്റും ആയിക്കോട്ടെ. ഓക്കെ, ഏതെങ്കിലും 2 വസ്തുക്കൾ നിർമ്മിക്കുകയാണ്. ആ വസ്തുക്കൾക്ക് ജസ്റ്റ് ഒരു ജനറലി നമ്മളൊരു പേര് കൊടുത്തു, A എന്നും B എന്നും. അടുത്ത ലൈന്, ഇറ്റ് റിക്വയർസ് മെഷീനിങ് ആൻഡ് അസംബ്ലി പ്രോസസ്സ്. അതായത് A എന്നുള്ള പ്രൊഡക്റ്റും B എന്നുള്ള പ്രൊഡക്റ്റും നിർമ്മിക്കാൻ 2 പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഒന്ന് മെഷീനിങ് പ്രോസസ്സാണ്, വേറൊന്ന് അസംബ്ലി പ്രോസസ്സാണ്. ഇതല്ലാതെ വേറെ ഒരുപാട് പ്രോസസ്സ് ഒരു ഫാക്ടറിയിലുണ്ടാവും. ഇപ്പോൾ വെൽഡിങ് അത് മറ്റൊരു പ്രോസസ്സാണ് അല്ലേ, പെയിൻറ്റിങ് അത് മറ്റൊരു പ്രോസസ്സാണ്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫിനിഷിംഗ് വർക്ക്സ് ഉണ്ടെങ്കിൽ അത് മറ്റൊരു പ്രോസസ്സാണ്. അപ്പോൾ ഏത് പ്രോസസ്സ് ആയിക്കോട്ടെ, ഇവിടെ 2 പ്രോസസ്സുള്ളൂ. അതാണ് ആ പ്രോസസ്സ്, ഒന്ന് മെഷീനിങ്ങും ഒന്ന് അസംബ്ലിങ്ങും. അപ്പോൾ മെഷീനിങ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും അസംബ്ലിങ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ കമ്പോണൻറ്റ് എയും കമ്പോണൻറ്റ് ബിയും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ദ കമ്പോണൻറ്റ് A and B റിക്വയർസ് ടൈം ആൻഡ് പ്രോഫിറ്റ് ആസ് ഫോളോസ്. അതായത് ഈ കമ്പോണൻറ്റ് എയും ബിയും നിർമ്മിക്കാൻ നമുക്ക് എന്ത് വേണം? സമയം വേണം അല്ലേ. നമുക്കൊരു A എന്നുള്ള കമ്പോണൻറ്റും B എന്നുള്ള കമ്പോണൻറ്റും നിർമ്മിക്കാൻ ഒരു ദിവസം 10 മണിക്കൂർ 20 മണിക്കൂറൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം 8 മണിക്കൂറാണെങ്കിൽ 10 ദിവസത്തിൽ 80 മണിക്കൂറാണ് ഉണ്ടാവുക, 20 ദിവസത്തിൽ 160 മണിക്കൂറാണ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമൊന്നുമില്ല, പക്ഷേ ആ ടൈമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ കമ്പോണൻറ്റ് നിർമ്മിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ എക്കും ബിക്കും ടൈം ആവശ്യമുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണെന്നുള്ളതും താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കമ്പോണൻറ്റ് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളതും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേബിളാണ് ഈ താഴെ കാണുന്നത്. ചോദ്യം ഇതാണ്, ഫോർമുലേറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ ഫോർ മാക്സിമൈസേഷൻ ഓഫ് ദ പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് അധികരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേറ്റ് എഴുതാൻ ആ ഇക്വേഷൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 9 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് എയും ബി എന്നുള്ള കമ്പോണൻറ്റ് നിർമ്മിക്കണം. നമ്മുടെ കയ്യിൽ ടൈമുണ്ട്. നമ്മൾ ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം? മെഷീനിങ് എന്നുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകണം, അസംബ്ലി എന്നുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതിൻ്റെ ഒരു കമ്പോണൻറ്റ് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കുകയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ. ഈ സൊല്യൂഷൻ ഇത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് പറഞ്ഞാൽ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഫോർമുലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം എത്ര ഇങ്ങനെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി നമ്മുടെ ഈ മെഷീനിങ് പ്രോസസ്സിലൂടെയും അസംബ്ലിങ് പ്രോസസ്സിലൂടെയും നമുക്ക് കിട്ടിയിട്ടുള്ള ടൈമിനനുസരിച്ച് ഒരു ദിവസം എത്ര എണ്ണം നിർമ്മിക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, മാക്സിമം നമുക്കിപ്പോൾ എന്താ പറയുക, ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു 10 കമ്പോണൻറ്റ് നിർമ്മിക്കാൻ സാധിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുക? അതെങ്ങനെ വെറുതെ പറയാൻ പറ്റുമോ? പറ്റില്ല. ഇതേപോലെ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കൺസ്ട്രെയിൻ എന്താ, ഈ ടൈമാണ്. ഈ ടൈമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മെഷീനിങ് പ്രോസസ്സിലൂടെയും അസംബ്ലിങ് പ്രോസസ്സിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു ദിവസം എ എന്നുള്ള കമ്പോണൻറ്റ് ഇത്ര എണ്ണം നിർമ്മിക്കണം, ബി എന്നുള്ള കമ്പോണൻറ്റ് ഇത്ര എണ്ണം നിർമ്മിക്കണം എന്നുള്ളത് എവിടുന്ന് കിട്ടും? ലീനിയർ പ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്ക്, കമ്പോണൻറ്റ് എ അതേപോലെ കമ്പോണൻറ്റ് ബി. ഞാൻ പറഞ്ഞു എ ബി എന്നുള്ളത് ഒരു ജനറൽ നെയിമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കമ്പോണൻറ്റും കൊടുക്കാം. ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് കൊടുക്കാം, ബി എന്നുള്ളത് കണക്റ്റിംഗ് റോഡ് കൊടുക്കാം, എന്തും ആയിക്കോട്ടെ, ഒരു 2 കമ്പോണൻറ്റ്. അതിൽ ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും, മെഷീനിങ് എന്നുള്ള പ്രോസസ്സ് നടത്താൻ വേണ്ടി എ എന്നുള്ള കമ്പോണൻറ്റിന് ഒരു 5 ടൈമാണ്. ഈ 5, 4 എന്നുള്ളതൊക്കെ ടൈമാണ്. അപ്പോൾ ടൈം നമുക്കിവിടെ മണിക്കൂറാണെന്നോ അല്ലെങ്കിൽ ദിവസമാണെന്നോ തന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, മണിക്കൂർ എന്ന് എടുക്കാം. ഫോർ എക്സാമ്പിൾ 5 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ മെഷീനിങ് പ്രോസസ്സിലൂടെ എക്ക് ഒരു ദിവസം അനുവദിച്ചുള്ള സമയം എത്രയാണ്? 5 മണിക്കൂറാണ്. ഓക്കെ, എന്നുള്ള കമ്പോണൻറ്റിന് 5 മണിക്കൂറേ ഒരു ദിവസം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അതേപോലെ ബി എന്നുള്ള കമ്പോണൻറ്റിന് മെഷീനിങ് പ്രോസസ്സിന് കിട്ടുന്നത് 4 മണിക്കൂറേ കിട്ടുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ തന്നെ അസംബ്ലിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എ എന്നുള്ള കമ്പോണൻറ്റിന് കിട്ടുന്ന സമയം അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 മണിക്കൂറേ കിട്ടുള്ളൂ. എന്നാൽ ബി എന്നുള്ള കമ്പോണൻറ്റിന് അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര? 5 മണിക്കൂറാണ് ഇതെടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇനി താഴെ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് എ എന്നുള്ള കമ്പോണൻറ്റ് 1 വിറ്റ് കഴിഞ്ഞാൽ 30 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ബി എന്നുള്ള കമ്പോണൻറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം പ്രോഫിറ്റ്, ഒരു ദിവസമല്ല ഒരു കമ്പോണൻറ്റിൻ്റെ പ്രോഫിറ്റ് 60 രൂപയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ മെഷീനിങ് പ്രോസസ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം 160 മണിക്കൂറാണ്. ഓക്കെ, നമുക്ക് ആകെ എത്ര മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ? മെഷീനിങ്ങിന് 160 മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ ആകെ ടൈം. ഈ 160 മണിക്കൂറിൽ എ എന്നുള്ള ഒരു കമ്പോണൻറ്റ് നിർമ്മിക്കാൻ എത്ര മണിക്കൂർ വേണം? 5 മണിക്കൂർ വേണമെന്ന് വിചാരിക്കുക മെഷീനിങ്ങിൽ. ബി എന്നുള്ള കമ്പോണൻറ്റ് നിർമ്മിക്കാൻ 4 മണിക്കൂറാണ് മെഷീനിങ് പ്രോസസ്സിൽ കിട്ടുക, ഒരു കമ്പോണൻറ്റ് നിർമ്മിക്കാൻ. അങ്ങനെ ഒരു ദിവസം 160 മണിക്കൂർ കിട്ടും. ഈ 160 മണിക്കൂർ കൊണ്ട് മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര കമ്പോണൻറ്റ് നിർമ്മിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആകെ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 100 മണിക്കൂറാണ്. ഇവിടെ മണിക്കൂറിനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് മണിക്കൂർ എന്ന് പറയുന്നത് 100 ദിവസമാവാം, 100 മിനിറ്റ് ആവാം, 100 വർഷമാവാം, എന്തും ആവാം. ഞാനൊരു എക്സാമ്പിളിന് 100 മണിക്കൂർ എന്ന് പറയണം, അല്ലെങ്കിൽ 100 യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒന്നും കൂടെ അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മണിക്കൂർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസംബ്ലിങ് യൂണിറ്റിൽ നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം 100 മണിക്കൂറാണ് മാക്സിമം കിട്ടുക. ഇവിടെ കമ്പോണൻറ്റ് എക്ക് അസംബ്ലിങ് യൂണിറ്റിൽ കിട്ടുന്ന സമയം ഒരു കമ്പോണൻറ്റിന് 2 മണിക്കൂർ ചിലവഴിക്കേണ്ടി വരും അസംബ്ലിങ് യൂണിറ്റിൽ. ബി എന്നുള്ള കമ്പോണൻറ്റ് അസംബ്ലിങ് യൂണിറ്റിൽ 5 മണിക്കൂർ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് 100 മണിക്കൂറാണ്. അപ്പോൾ ഈ 100 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്ര കമ്പോണൻറ്റ് നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ, ഒരു കമ്പോണൻറ്റ് വിറ്റാൽ 30 രൂപയാണ് എ എന്നുള്ള കമ്പോണൻറ്റിന്, ബി എന്നുള്ള കമ്പോണൻറ്റിന് ഒരു കമ്പോണൻറ്റ് വിറ്റാൽ 60 രൂപയാണ്.
അപ്പോൾ അങ്ങനെ ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്. ഇതാണ് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന ഓരോ കമ്പോണൻറ്റിനും ചിലവഴിക്കേണ്ട സമയം. ഇതാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആകെ സമയം. അപ്പോൾ ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര കമ്പോണൻറ്റ് നിർമ്മിക്കണം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ട പരിപാടി, നമ്മളെ കമ്പോണൻറ്റിന് ഒരു വേരിയബിൾ കൊടുക്കണം. കമ്പോണൻറ്റ് എന് നമ്മൾ കൊടുക്കുക x1 എന്നാണ് പറയാം, കമ്പോണൻറ്റ് ബിന് x2 എന്നാണ് പറയാം. ഇനി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് x1 എന്നും x2 എന്നും മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ x1 എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് കമ്പോണൻറ്റ് എ ആണ്. അപ്പോൾ കമ്പോണൻറ്റ് എ കണക്റ്റിംഗ് റോഡ് ആണെങ്കിൽ x1 എന്തായിരിക്കും? അപ്പോൾ കണക്റ്റിംഗ് റോഡ് ആയിരിക്കും. കമ്പോണൻറ്റ് ബി ക്രാങ്ക് ഷാഫ്റ്റ് ആണെങ്കിൽ x2 എന്തായിരിക്കും? ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പോണൻറ്റിൻ്റെ ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. കമ്പോണൻറ്റ് എനെ നമ്മൾ x1 എന്ന് കൊടുത്തു, കമ്പോണൻറ്റ് ബിനെ നമ്മൾ x2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ചെയ്യുന്ന പരിപാടി നോക്കിക്കോ. നമ്മളതിൻ്റെ ലീനിയർ പ്രോഗ്രാമിംഗ് എഴുതാണ്. ആദ്യം ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഫസ്റ്റ് വരുന്നൊരു വാക്ക് നോക്ക്, മാക്സിമൈസ് സെഡ്. ഇവിടെ മാക്സിമൈസ് സെഡ് എന്ന് പറഞ്ഞാൽ ഈ സെഡ് എന്ന് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇവിടെ എന്താ മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് നമ്മൾ കുറയ്ക്കുക ചെയ്യുക, കൂട്ടുക ചെയ്യുക? പ്രോഫിറ്റ് കൂട്ടുകയല്ലേ ചെയ്യുക, അല്ലേ? പ്രോഫിറ്റ് നമുക്ക് ലാഭം എപ്പോഴും കൂടുതലാണ് വേണ്ടത്. ചിലവാണെങ്കിൽ കോസ്റ്റ് ആണെങ്കിൽ നമുക്കത് കുറയ്ക്കുക വേണ്ടത്, അല്ലേ? ഇവിടെ പ്രോഫിറ്റ് എന്ന വാക്ക് വന്നതുകൊണ്ട് നമുക്ക് അത് ഒരു കോമൺ സെൻസ് ആണ്. ഇനി ഇവിടെ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നില്ലെങ്കിൽ പോലും ഇല്ലയെന്ന് വിചാരിച്ചു ഏതെങ്കിലും ചോദ്യത്തിൽ വെറും പ്രോഫിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് കണ്ടാൽ മനസ്സിലാക്കുക എപ്പോഴും പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനുള്ളതാണ്, മാക്സിമൈസ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മാക്സിമൈസ് സെഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ സെഡ് എന്ന് സൂചിപ്പിക്കുന്നത് ഇവിടെ മാക്സിമൈസ് ആയതുകൊണ്ട് പ്രോഫിറ്റിനെയാണ്, അല്ലേ? കോസ്റ്റ് ആണെങ്കിൽ അത് കോസ്റ്റ് നമ്മൾ കൂട്ടാൻ ശ്രമിക്കുമോ? കോസ്റ്റ് എപ്പോഴും കുറക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ മിനിമൈസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സെഡ് എന്തായിരിക്കും? കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മാക്സിമൈസ് സെഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിനെ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമൈസ് സെഡ് എന്ന് കൊടുക്കുക. ഇവിടെ കോസ്റ്റ് എന്ന് കണ്ടാലോ, ചോദ്യത്തിൽ പ്രോഫിറ്റിന് പകരം കോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? മിനിമൈസ് സെഡ് എന്ന് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ ആ കോൺസെപ്റ്റ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സെഡിനെ വർദ്ധിപ്പിക്കണം. സെഡ് എന്നുള്ളത് പ്രോഫിറ്റാണ്. എങ്ങനെ വർദ്ധിപ്പിക്കുക? ഇപ്പോൾ x1 എന്നുള്ളത് ഞാൻ പറഞ്ഞു എ എന്നുള്ള കോമ്പണൻ്റ് ആണ്, x2 എന്നുള്ളത് ബി എന്നുള്ള കമ്പോണൻ്റ് ആണ്. ഇനി ഇവിടെ എ ബി എന്ന് യൂസ് ചെയ്യില്ല, അതിന് പകരം x1 x2 യൂസ് ചെയ്യുള്ളൂ. ഇവിടെ നമുക്കറിയാം എ എന്നുള്ള കമ്പോണൻ്റ് അതായത് x1 ഒന്ന് വിറ്റ് കഴിഞ്ഞാൽ 30 രൂപയാണ് ലാഭം വരിക. രണ്ടെണ്ണം വിറ്റാലോ 30 × 2 60, മൂന്നെണ്ണം വിറ്റാലോ 30 × 3 90, അല്ലേ? അപ്പോൾ x1 എത്രണ്ണാണ് നിർമ്മിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? x1 എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ 30 × x1, അല്ലേ? ഒന്ന് വിറ്റാൽ 30 ആണ്. അങ്ങനെ എത്രണ്ണാണോ നിർമ്മിക്കുന്നത്, x1ൻ്റെ സ്ഥാനത്ത് എത്രണ്ണാണോ നിർമ്മിക്കുന്നത് അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ എന്നുള്ള കമ്പോണൻറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് കിട്ടും. x2 എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള കമ്പോണൻ്റ് ആണ്, അല്ലേ? ബി എന്നുള്ള കമ്പോണൻറ്റ് ഒന്ന് വിറ്റ് എത്ര പ്രോഫിറ്റ് കിട്ടുക? 60 ആണ്. അപ്പോൾ ഒന്ന് വിറ്റാൽ 60 ആണ്, അതേ ഇൻറ്റു x2. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് മനസ്സിലാവും. x2 എത്രണ്ണാണോ അത്രയും കിട്ടും. ഇപ്പോൾ x2 5 ആണെങ്കിൽ 60 × 5 5 30 ആണ്, 300 രൂപ ലാഭം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് x2ൻ്റെ എത്രണ്ണാണ് എന്നുള്ളത് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അത് കണ്ടുപിടിക്കാൻ കിടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമൈസ് സെറ്റിൽ എന്ത് ചെയ്യണം? ഒരു യൂണിറ്റ് വിറ്റാൽ എത്രയാണോ അതേ ഇൻറ്റു ആ ഒരു യൂണിറ്റിന് കൊടുത്ത വേരിയബിൾ എഴുതുക x1 പ്ലസ് ഒരു യൂണിറ്റ് വിറ്റാൽ എന്താണോ ലാഭം കിട്ടുക അതേ ഇൻറ്റു ഏത് കമ്പോണൻ്റ് ആണ് അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക x2. ഇത് നമുക്ക് വിളിക്കുക ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്. ഈ മാക്സിമൈസ് എന്ന് കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇനി സബ്ജക്റ്റഡ് ടു എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് ആണ് അടുത്ത് എഴുതുന്നത്. കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ നമ്മളെ തടസ്സം അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻ, അങ്ങനെ പറയാം, നമ്മളെ ലിമിറ്റേഷൻ, അല്ലേ? ഇപ്പോൾ ഒരാളൊരു വീട് കയറ്റുകയാണ്. ഒരാൾ വീട് കയറ്റുമ്പോൾ ആൾക്ക് 2000 സ്ക്വയർ ഫീറ്റുള്ള വീട് കയറ്റാം, അല്ലെങ്കിൽ ഒരാൾക്ക് 5000 സ്ക്വയർ ഫീറ്റുള്ള വീട് കയറ്റാം. ഈ 2000 സ്ക്വയർ ഫീറ്റ് എങ്ങനെ ഒരാൾ തിരഞ്ഞെടുക്കുക? അയാളെ കയ്യിലുള്ള പൈസക്കനുസരിച്ച്, അയാൾക്ക് ലഭിക്കുന്ന സാധനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ചാണ് ആളെന്ത് ചെയ്യുക? 2000 സ്ക്വയർ ഫീറ്റ് നോക്കുക. ഒരാൾക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിലോ അയാൾ 5000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണോ അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എത്രയാണോ ഒരു ദിവസം നിർമ്മിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ആണ് ഈ കൺസ്ട്രെയിൻസിൽ പറയാം. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ഏതാ? ഈ ടൈമുകളാണ്. എക്ക് മെഷീനിങ്ങിൽ 5 മണിക്കൂർ വേണം, ബിക്ക് മെഷീനിങ്ങിൽ 4 മണിക്കൂർ വേണം. ടോട്ടൽ എത്ര മണിക്കൂറേ കിട്ടുള്ളൂ? 160 മണിക്കൂറേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 5
ഇത് എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ x1 അല്ലേ? അപ്പോൾ 5x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 160 ഉണ്ടോ? 5x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 160. എന്താ അതിൻ്റെ മീനിങ്? x1 എ എന്നുള്ള കമ്പോണൻറ്റ് എത്ര എണ്ണം നമുക്കറിയില്ല അല്ലേ? ഒരു കമ്പോണൻറ്റിന് എത്ര മണിക്കൂറേ കിട്ടുള്ളൂ? മെഷീനിങ്ങിൽ എത്ര കിട്ടുള്ളൂ? 5 മണിക്കൂർ. പിന്നെ ബി എന്നുള്ള കമ്പോണൻറ്റ് എത്ര മണിക്കൂറാണ്? മെഷീനിങ്ങിൽ 4 മണിക്കൂർ. അപ്പോൾ പ്ലസ് 4x2 മാക്സിമം എത്ര കിട്ടുള്ളൂ? 160 മണിക്കൂറോ അതിൻ്റെ താഴെ അല്ലേ? 160 മണിക്കൂറേ മാക്സിമം കിട്ടുള്ളൂ. അവൈലബിൾ ടൈം അതാണ്. ഇത്രയും ടൈമേ നമുക്ക് കിട്ടും. 161 മണിക്കൂർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ മെഷീനിങ് പ്രോസസ്സിൽ കമ്പോണൻറ്റ് എക്കും കമ്പോണൻറ്റ് ബിക്കും ആകെ ചിലവഴിക്കേണ്ടത് ഒന്നെങ്കിൽ മാക്സിമം 160 മണിക്കൂറോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ നമ്മൾ എന്ത് ചെയ്യണം? ആ ജോലി തീർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ എങ്ങനെ കൊടുത്തുള്ളത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തുള്ളത്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ 160 താഴെ അല്ലെങ്കിൽ ഈക്വൽ ടു മാക്സിമം എത്രയാണ്? 160. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുയുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. രണ്ടാമത്തെ അസംബ്ലിംഗ് യൂണിറ്റിൽ അസംബ്ലിംഗ് പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്നത് എന്താ? x1ന് 2 മണിക്കൂറാണ്, x2ന് 5 മണിക്കൂറാണ്. ടോട്ടൽ എത്ര? മാക്സിമം 100 അല്ലെങ്കിൽ അതിൻ്റെ താഴെ കിട്ടുള്ളൂ അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ കാണുമ്പോൾ ഈ ടേബിൾ ആദ്യം അവിടെ എഴുതി വെക്കണം. എന്നിട്ടായിരിക്കണം ഈ ഭാഗം കാണേണ്ടത്. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ലാസ്റ്റ് നോൺ നെഗറ്റീവ് നമ്പർ എന്നുള്ള ഭാഗം അല്ലേ? നമ്മൾ പഠിച്ചതാണ്. എത്ര ഭാഗമുണ്ട്? ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് കൺസ്ട്രെയിൻസ് ഉണ്ട്, ഒന്ന് നോൺ നെഗറ്റീവ് നമ്പർ ഉണ്ട്. അതിൽ മൂന്നാമത്തെ ഭാഗമാണ് സംസാരിക്കുന്നത് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് x1ഉം x2 എന്തായിരിക്കണം? മൈനസ് വാല്യൂ ആവരുത്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 0യുടെ മേലെ. ഓക്കെ, ഇവിടെ x1 x2 ഉദ്ദേശിച്ചത് കമ്പോണൻസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റും അതേപോലെ കണക്റ്റിംഗ് റോഡും അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മുടെ ഈ സമയത്തിൻ്റെ ഈ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി x1 എന്നുള്ള കമ്പോണൻറ്റ് എത്ര നിർമ്മിക്കണം, x2 എന്നുള്ള കമ്പോണൻറ്റ് എത്ര നിർമ്മിക്കണം എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. x1 എന്നുള്ളത് ഇപ്പോൾ കമ്പോണൻറ്റ് എ ആണ്, നമ്മളതിന് ക്രാങ്ക് ഷാഫ്റ്റ് കൊടുത്തു, കണക്റ്റിംഗ് റോഡ് കൊടുത്തു. x2 എന്നുള്ളത് കമ്പോണൻറ്റ് ബി ആണ്, നമ്മളതിന് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എത്ര ക്രാങ്ക് ഷാഫ്റ്റും എത്ര കണക്റ്റിംഗ് റോഡും നിർമ്മിക്കണം എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ x1 x2 എന്നുള്ളത് ഓരോ കമ്പോണൻറ്റിൻ്റെ എണ്ണമാണ്. ഈ എണ്ണം നമ്മളൊരു -5 ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമോ, അല്ലെങ്കിൽ -10 ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമോ? പറ്റൂല. 5 ക്രാങ്ക് ഷാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ 10 ക്രാങ്ക് ഷാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ 0 ക്രാങ്ക് ഷാഫ്റ്റ് എന്നേ പറയുള്ളൂ. 0 ക്രാങ്ക് ഷാഫ്റ്റ് പറഞ്ഞാൽ അവിടെ ഒന്നും നിർമ്മിക്കുന്നില്ല. 10 എന്ന് പറഞ്ഞാൽ 10 ക്രാങ്ക് ഷാഫ്റ്റ് നിർമ്മിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളൊരു കടയിൽ പോയി നിങ്ങൾ ഒരു 10 A4 പേപ്പർ വാങ്ങാണ്. നിങ്ങളൊരു പറയാണ് ഒരു -10 A4 പേപ്പർ എടുക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ എണ്ണം എപ്പോഴും ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ? ഇപ്പോൾ കടയിൽ പോയിട്ട് പറയാണ് ഒരു 0 A4 ഷീറ്റ് തരുമെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? 0 A4 ഷീറ്റ് ആണ് എന്താ? അവിടെ A4 ഷീറ്റ് എനിക്ക് വേണ്ടെന്ന് അർത്ഥം. എനിക്ക് എന്നാൽ ഒരു 4 A4 ഷീറ്റ് വേണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? എനിക്ക് 4 A4 ഷീറ്റ് വേണമെന്ന്. അതിന് പകരം നിങ്ങൾ പോയിട്ട് പറയാണ് ഒരു -4 A4 ഷീറ്റ് തരുമോ? അത് പോസിബിൾ അല്ല, അത് പ്രാക്ടിക്കൽ അല്ല അല്ലേ? അപ്പോൾ ഇവിടെ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ x1 x2 എന്നുള്ള കമ്പോണൻറ്റിന് എണ്ണത്തെ സൂചിപ്പിക്കുകയാണ്. ആ എണ്ണം എന്താവാൻ പാടില്ല? മൈനസ് ആവാൻ പാടില്ല. അങ്ങനെ മൈനസ് ആവരുത് എന്നുള്ളതാണ് ഈ സൂചിപ്പിക്കുന്നത്. ചില ആൾക്കാർ എക്സാമിന് ഈ ഭാഗം അങ്ങോട്ട് മറന്നു പോകും. ഈ ഭാഗത്തിന് ഒരു മാർക്കുണ്ട്, ആ ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? LPP ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തരും. ഇത് പ്രീവിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഇത്ര എഴുതി വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഫോർമുലേറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഫോർമുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് എഴുതി വെക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളോട് പറയണം സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് ഗ്രാഫ് വരച്ച് അത് സോൾവ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കുന്നത്, ഞാനിത് അണ്ടർലൈൻ ചെയ്യാണ്, ഫോർമുലേറ്റ്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫോർമുലേറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ്. എങ്ങനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഈ കാണുന്ന രൂപത്തിൽ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ മനസ്സിലാക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ഈ നോൺ നെഗറ്റീവ് നമ്പർ എപ്പോഴും x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമേ വരുള്ളൂ. ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ടല്ലോ, അത് ഓരോ ചോദ്യത്തിനനുസരിച്ച് മാറും. ഇവിടെ ചോദ്യത്തിന് മനസ്സിലാക്കുക, മാക്സിമം അവൈലബിൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലഭ്യമായിട്ടുള്ള സമയം.
നമുക്ക് ലഭ്യമായിട്ടുള്ള സമയം എത്രയാണ്? 160 മണിക്കൂറാണ്. അതിൽ കൂടുതൽ കിട്ടുമോ? കിട്ടൂല. മാക്സിമം അവൈലബിൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം സമയം 160 മണിക്കൂറാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു അടിയത്തെ ലൈൻ ഉണ്ടാവും, അത് ഈക്വൽ ടു ആണ്. ഈക്വൽ ടു 160 മണിക്കൂറാണ്. അപ്പോൾ മാക്സിമം 160 മണിക്കൂറോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ. ഓക്കെ. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യണം. ജോലി ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം കിട്ടുക 8 മണിക്കൂറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ജോലി മാക്സിമം സമയമായിട്ടുള്ള 8 മണിക്കൂർ കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 8 മണിക്കൂർ വേണ്ട 7 മണിക്കൂർ കൊണ്ടും ചെയ്യാം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് കൊടുത്തതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? 8 മണിക്കൂർ കൊണ്ട് തീർക്കണം, അല്ലെങ്കിൽ 8ൻ്റെ താഴെ തീർക്കാൻ പറ്റുള്ളൂ. 8ൻ്റെ മേലേക്ക് സമയമില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഞാൻ പ്രത്യേകം പറയുന്നു, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് എല്ലാ പ്രോബ്ലത്തിലും സെയിം അല്ല, അത് ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് മാറും. ഇവിടെ ഈ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് എല്ലായിടത്തും സെയിം ആണ്. കാരണം എന്താ? x1 x2 എന്ന് പറഞ്ഞാൽ അത് ഓരോ കമ്പോണൻ്റ് ആണ്. നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ കണ്ടുപിടിക്കുന്നത് നമുക്ക് ലാഭകരമാവാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരാതെ ചിലവ് കുറച്ച് മാക്സിമം എത്ര കമ്പോണൻ്റ് നിർമ്മിക്കാം എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലേ? x1 എന്നുള്ള എന്താ? കമ്പോണൻ്റ് എ ആണ്, x2 എന്നുള്ളത് കമ്പോണൻ്റ് ബി ആണ്. അപ്പോൾ ഈ കമ്പോണൻ്റൊക്കെ എത്ര നിർമ്മിക്കാൻ പറ്റും? എത്ര നിർമ്മിക്കാൻ പറ്റും എണ്ണമാണ് സൂചിപ്പിക്കുന്നത്, x1 x2 എന്നൊക്കെ. അപ്പോൾ എണ്ണം ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എണ്ണം എവിടെ നിന്ന് തുടങ്ങുക? 0 നിന്ന് തുടങ്ങുക. 0 നിന്ന് തുടങ്ങിയിട്ട് മൈനസിൻ്റെ ഏരിയക്ക് പോകില്ല, പ്ലസിൻ്റെ ഏരിയക്കാണ് പോവുക, അല്ലേ? പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സൈഡിലേക്കാണ് നീങ്ങുക. അപ്പോൾ ഇതൊക്കെ x1 x2 0 അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് x1 ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 ഭാഗമുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ള ഭാഗം, 2 കൺസ്ട്രെയിൻസ് എന്നുള്ള ഭാഗം, 3 നോൺ നെഗറ്റീവ് നമ്പർ എന്നുള്ള ഭാഗം. ഓക്കെ. ഈ കൺസ്ട്രെയിൻസ് ചിലപ്പോൾ 2 നിൽക്കണമെന്നില്ല, 3 4 വരും. അതൊക്കെ നമുക്ക് അതാത് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. ഓക്കെ. നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് മാക്സിമം വരിക x1 x2 വരെ വരുള്ളൂ. x3 ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. x3 വരുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതും സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഔട്ട്കം. അപ്പോൾ നിങ്ങളിന്ന് പഠിക്കേണ്ടത്, പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അറിവ് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് പാസ്സാവാനുള്ള ഒരു മാർഗ്ഗമാണ്. നോക്കി നോക്കടാ, ഈ ഒരു ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാർക്ക് കയ്യിൽ വരികയാണ്, അല്ലെങ്കിൽ 8 മാർക്ക് കയ്യിൽ വരികയാണ്. അപ്പോൾ അത് മറന്നു പോകണ്ട. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. താങ്ക് യു.